ഹായ് ഓൾ, വെൽക്കം ടു എസാഫ. ഞാൻ എൽസ. ഇന്ന് നമ്മൾ കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴ എംസി റോഡിലാണ്. മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടയത്തിന് പോകുന്ന വഴിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഐസക് മരിയ തിയേറ്റർ അറിയത്തില്ലെങ്കിൽ KSRTC സ്റ്റാൻഡ് നോക്കി വരിക. KSRTC സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഒരു 300 മീറ്റേഴ്സ് റൈറ്റ് സൈഡിലായിട്ട് കോട്ടയം പോകുന്ന വഴിക്കാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ഷോപ്പ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ നമുക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടാണ് പോകുമ്പോഴും. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം സാരീസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ വേറെ ഇതിൽ ഫാബ്രിക് ഒത്തിരി പേര് അതിൻ്റെ മോർ കളേഴ്സ് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഫാബ്രിക്കാണുള്ളൂ. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്നൊരു ഫാബ്രിക്കായിരുന്നു. കോട്ടൺ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അതിലേക്ക് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസിൻ്റെ വർക്കും വരുന്ന ഒരു ഫാബ്രിക്കാണ്. വൈറ്റ് ഒരു ഓഫ് വൈറ്റ് വൈറ്റ് ആണ്, പക്ഷെ നമുക്ക് ഓഫ് വൈറ്റിൻ്റെ കൂടെയാണല്ലോ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ത്രെഡാണ് പോകുന്നത്. ഞാൻ ഓഫ് വൈറ്റ് ദുപ്പട്ടയിട്ടാണ് ചെയ്തിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്കാണ്. 360 പെർ മീറ്റർ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ വർക്കിന് നല്ല എന്താണ് പറയുന്നത്, ഈ എംബ്രോയിഡറി വർക്കിന് ഇച്ചിരി സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. 360 പെർ മീറ്റർ ആണ് വരുന്നത്. നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 4 ഷെയ്ഡ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്ക്, ചെറിയ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സീക്വൻസ് വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. നമുക്ക് നല്ലൊരു വൈറ്റ് അല്ലെങ്കിൽ ഈ സെയിം ഷെയ്ഡ് ബോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് ഫാബ്രിക്കാണ്. ഇത് വേണമെങ്കിൽ കോട്ടൺ നമ്മുടെ കയ്യിൽ ഡൈബിൾ കോട്ടൺ ഫാബ്രിക് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പെയർ ചെയ്ത് ഇങ്ങനെ ഡൈ ചെയ്തെടുക്കാം, സെയിം ഷെയ്ഡ് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ വൈറ്റിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ വൈറ്റ് ബോട്ടം ഷോർട്ട് തൊട്ട് നമുക്ക് എപ്പോഴും ചെയ്യാമല്ലോ, പെയർ ചെയ്തിടാമല്ലോ. സോ അങ്ങനെ ചെയ്യാൻ പറ്റും. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ വരുന്ന ലുക്ക്. ഇത് നമുക്ക് കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ്. നല്ല പ്യുവർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. നല്ല അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. നല്ല ചെറിയൊരു സ്ട്രെച്ചബിൾ ഫീലിംഗ് ഉള്ള ഒരു ടൈപ്പ് നല്ല കോട്ടൺ ആണ്. 180 പെർ മീറ്റർ വരുന്ന ഡൈബിൾ ഫാബ്രിക്കാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടോപ്പിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് ബോട്ടായിട്ട് വൈറ്റ് ബോട്ടായിട്ട് എടുക്കാം. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഒത്തിരി പേര് ഇത് ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു. നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നതായിരുന്നു. ഇത് ഷോപ്പിൽ വന്നപ്പോഴാണെങ്കിൽ എല്ലാവർക്കും മെറ്റീരിയൽ തൊട്ട് നോക്കിയപ്പോൾ ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് എടുത്തുകൊണ്ട് പോയ ഫാബ്രിക്കാണ്. സോ ഇത് നമുക്ക് ഡൈ ചെയ്ത് വേണമെങ്കിൽ ഈ ഷെയ്ഡിലേക്ക് ആക്കാം. ഇതല്ല, ഇതിൻ്റെ ഏതെങ്കിലും ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. കോട്ടൺ വേണ്ടവർ കോട്ടൺ എടുക്കാം. ഷാൻഡൂൺ ഫാബ്രിക്കും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. 180 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ, നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ്. മസ്റ്റാർഡിൻ്റെ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു യെല്ലോ ഇങ്ങനെ വരുന്നു. അതിൻ്റെ വർക്ക് നല്ല രസമുള്ളൊരു ത്രെഡ് വർക്കാണ് കേട്ടോ. നല്ലൊരു ഒരു എംബ്രോയിഡറി വർക്കാണ് അതിൻ്റെ ഏറ്റവും ഭംഗി. എൻ്റെ കളർ കോമ്പിനേഷൻസും നല്ല രസമുണ്ട് ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഒരു ക്രീം ഒരു ദുപ്പട്ടയുടെയും ബോട്ടത്തിൻ്റെയും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു. 360 പെർ മീറ്റർ. നിങ്ങൾക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ കൂടെ ബോട്ടമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബോട്ടമായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ആൻഡ് അടുത്ത 2 ഷെയ്ഡ് വരുന്നത് കുറച്ചുള്ളൂ. പിങ്ക്, നല്ലൊരു ബേബി പിങ്ക് ടോണാണ്. ഒരു വൈറ്റിൻ്റെ കൂടെ വെച്ചപ്പോൾ നല്ല ഭംഗി. ഈ സെയിം ഷെയ്ഡും നല്ല രസമായിരിക്കും കേട്ടോ. ഈ പിങ്കിൻ്റെ കൂടെ തന്നെ സെയിം ഡൈ ചെയ്തെടുത്തുണ്ട്. ഈ പിങ്കും ഈ യെല്ലോയും പൗഡർ ബ്ലൂവും നല്ല സെയിം ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് പിങ്ക്. കുറച്ചുള്ളൂ കേട്ടോ ഇതൊക്കെ. ഞാനത് കാണിക്കാനായിട്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തെന്നുള്ളൂ. അടുത്തത് ഒരു ലാവൻഡർ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ ലാവൻഡർ ടോണാണ്. 360 പെർ മീറ്റർ. അടുത്തത് സോഫ്റ്റ് ചന്തേരി ഫാബ്രിക്കാണ്. നമ്മളിതിന് മുന്നേ ഓണത്തിൻ്റെ ഒരു കളക്ഷൻ ചെയ്തായിരുന്നു. ഹെമ്മിൽ മാത്രം ഫ്ലോറിൽ വരുന്ന ഒരു ഫാബ്രിക്. അത് വിട്ട് കൊടുത്തായിരുന്നു. നോർമൽ വിട്ടിൽ വരുന്ന സെയിം ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചന്തേരിയും കോട്ടണും ഒരു ടൈപ്പ് ഒരു സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. കാരണം നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്. നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡുമാണ്. ഇങ്ങനെ വരുന്നു. ബാന്ദനി ഡിസൈൻസ് ആണ് കേട്ടോ പോകുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിലും അങ്ങനെ ഒട്ടും വണ്ണം തോന്നത്തില്ല. ബഡ്ജറ്റ് റേഞ്ചിലുമാണ് വന്നേക്കുന്നത്.
44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. 275 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് വൈറ്റ് ബോട്ടത്തിൻ്റെ ഒക്കെ കൂടെ ഇത് കണ്ടോ, ഇങ്ങനെ വൈറ്റ് ബോട്ടമിൻ്റെ കൂടെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിടാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. വേണമെങ്കിൽ ഈ സെയിം ഷെയ്ഡ് ഇടാം, പക്ഷേ ഇങ്ങനത്തെ വൈറ്റിൻ്റെ കൂടെ ഇടുമായിരിക്കും കുറച്ചുകൂടി നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഒരു ബാന്തിരി ഡിസൈനും കുറച്ചൊന്ന് എടുത്ത് നിൽക്കും. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. 275 പെർ മീറ്റർ. അടുത്തത് നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നൊരു കളക്ഷനാണ്. കോഡിങ് വർക്ക് വരുന്നത് നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ലൊരു പിങ്ക്, നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയണേ, നമുക്കൊരു അത്യാവശ്യം നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ നമുക്ക് ഔട്ട്ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. എ ലൈൻ ആയിട്ടോ ആലിയ കട്ടിലോ അല്ലെങ്കിൽ യോക്ക് ഇത് സെയിം കൊടുത്തിട്ട് പ്ലെയിൻ ജോർജറ്റ് ഡൈ ചെയ്തെടുക്കുവാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും. 490 പെർ മീറ്റർ വരുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നത് ഇത് ചിലപ്പോൾ 2-3 ലെയർ പിടിച്ചാൽ അതിൻ്റെ കറക്റ്റ് കളർ കിട്ടുള്ളൂ. അങ്ങനെ വരും. നല്ല രസമുള്ളൊരു പിങ്കാണ് കേട്ടോ, നല്ലൊരു റയർ ഷെയ്ഡാണ്. ഇങ്ങനെ എപ്പോഴും കാണുന്ന ഒരു പിങ്ക് അല്ല, ഒരു ബേബി പിങ്കും അല്ല, അങ്ങനത്തെ ഒരു നല്ലൊരു ഒരു റയർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിലേക്ക് അതിൻ്റെ ത്രെഡിൻ്റെ വർക്ക് വരുന്നത് ഗ്രേയും ആ ഒരു പിങ്കുമാണ്. എല്ലാ ഫാബ്രിക്സിൻ്റെയും ത്രെഡിൻ്റെ വർക്ക് സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഗ്രേയും ആ ഒരു പിങ്കും ആണ് വന്നേക്കുന്നത്. ഒരു കോഡിങ് വർക്ക് എന്ന് പറയും. ഇതിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതാ ക്ലോസ് ആയിട്ട് കാണിച്ചോ, ഇങ്ങനെ വരുന്നു ഇതിൻ്റെ വർക്ക്. കോഡിങ് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനത്തെ തിക്കായിട്ടുള്ള ഒരു ത്രെഡ് കൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് വർക്കാണ്. നല്ല റെയർ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പിലുള്ളൊരു വർക്കല്ല. ഒരു ഡിസൈനർ ഫാബ്രിക്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് വർക്കാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരു റെയർ ഷെയ്ഡാണ്. നിങ്ങൾക്കിത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലെയിൻ ഈ സെയിം ഷെയ്ഡിലുള്ള ജോർജറ്റ് ഡൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് ഫുള്ള് ചെയ്തിട്ട് പ്ലെയിൻ ഷോളും നല്ല ഈ സെയിം ഷെയ്ഡ് ബോട്ടം കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ജോർജറ്റിൻ്റെ ഷോളും ഷാൻറ്റൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടവും കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അടുത്ത അതിൻ്റെ വൈറ്റ് ആണ്, നല്ല ഭംഗിയുള്ളൊരു മിൽക്കി വൈറ്റ് ടോൺ. അതിലേക്ക് ആ ഒരു പിങ്കും ഗ്രേയും ടോണിലാണ് അതിൻ്റെ ത്രെഡിൻ്റെ വർക്ക് വന്നേക്കുന്നത്. കോഡിങ് വർക്ക് സെയിം തന്നെയാണ് വന്നേക്കുന്നത്. മൾട്ടി കളർ ത്രെഡിങ് കൊണ്ടുള്ള ഒരു വർക്കിനെയാണ് നമ്മൾ കോഡിങ് വർക്ക് എന്ന് പറയുന്നത്. ഡിസൈനർ ഫാബ്രിക്സ് കാണുന്ന ടൈപ്പിലുള്ള വർക്കാണ്. ആൻഡ് ഇത് ഡൈയബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്ത് വേറെ എന്തെങ്കിലും ഷെയ്ഡിലേക്ക് എടുക്കാം. പക്ഷേ ഈ വൈറ്റ് തന്നെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും. ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വൈറ്റ് തന്നെ ബോട്ടം കൊടുത്തിട്ട് 490 പെർ മീറ്റർ ആയിരുന്നു. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു പേസ്റ്റൽ ടോൺ ആണ്. ഇത് ഭംഗിയാണെന്നറിയാം ഇത് കാണാനായിട്ട്. ഈ കളർ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇതാ നല്ല രസമുള്ളൊരു പേസ്റ്റൽ, ഒരു പീച്ച്, ഒരു സാൻഡൽ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷെയ്ഡ്. നമുക്കിങ്ങനെ തിന്നാൻ തോന്നുന്ന കളർ എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ഈ സെയിം കളർ തന്നെ ബോട്ടവും ഷോളും കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. 490 പെർ മീറ്റർ. ഫാബ്രിക്കിൻ്റെ വിട്ട് വരുന്നത് 43. ഞാനിപ്പോൾ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ കളറിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ. പക്ഷെ ഭയങ്കര രസമുള്ള ഷെയ്ഡാണ്. സാൻഡിൽ കളറാണ്, ഭയങ്കര ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഈ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു പേസ്റ്റൽ ടോണാണ് വന്നേക്കുന്നത് കേട്ടോ. ലൈനിങ് കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. നേരിട്ട് നിങ്ങൾക്ക് ഇത് കൈ കിട്ടി കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാവുന്നൊരു ഷെയ്ഡാണ്. ഞാൻ ഗ്യാരണ്ടീഡാണ് ഈ ഫാബ്രിക്കിൽ, ഈ ഷെയ്ഡിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ വരുന്നത് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ലിനൻ ഫാബ്രിക്സ് ആണ്. നമുക്ക് കോർസെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇൻട്രോ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അത് നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ ഇന്നലെ വീഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ട് ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. പക്ഷേ വീഡിയോയിൽ പ്രോഡക്ട്സ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ കമൻസ് വന്നുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇട്ട ആ ഒരു കോർസെറ്റ് സ്റ്റിച്ച് ചെയ്ത ഫാബ്രിക്, അതായത് ഞാൻ ഇൻട്രോ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ആ ഒരു കോർസെറ്റ് ഉള്ള ഫാബ്രിക്, അത് സ്റ്റിച്ച് ചെയ്ത ഫാബ്രിക്കാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ലിനൻ ഫാബ്രിക്കിൽ വരുന്ന നമുക്ക് സിമ്പിളായിട്ടൊരു കോർസെറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫാബ്രിക്കാണ്. സെമി ലിനൻ ആണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് വന്നേക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് കേട്ടോ. ഇങ്ങനെ വരും. നമുക്ക് ടോപ്പും ബോട്ടവും ഒരുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് ബട്ടനൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഞാൻ ഇന്നലെ അതായിരുന്നു ഇട്ടത്. ഞാൻ ഇൻട്രോ വീഡിയോയിൽ നോക്കിയാൽ അറിയാം. സിമ്പിളായിട്ടുള്ള പാറ്റേണാണ്, എല്ലാവരും ചെയ്യുന്ന പാറ്റേണാണ് കേട്ടോ. അതങ്ങനെ വരുന്നു. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു പൗഡർ ഗ്രീൻ ടോൺ ആണ്. ഇങ്ങനെ വരുന്നു. 190 ആണ് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത്. ഇത് നമുക്ക് കോർസെറ്റ് പോലെ ബോട്ടം ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫാബ്രിക്കാണ്. അതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്ന നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നത് തന്നെയാണ് കേട്ടോ. എനിക്കത് തയ്ച്ച് കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ കടയിൽ വന്നപ്പോൾ അതിട്ടിട്ട് കുറേ പേര്
നല്ല ഭംഗിയുണ്ട്, എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ മെറ്റീരിയൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനെടുത്ത മെറ്റീരിയൽ അത്യാവശ്യം കട്ടായതാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു അടുത്ത ഷെയ്ഡ്. ഒരു പിങ്കാണ്, ഒരു ലാവൻഡറും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഷെയ്ഡ് ഉണ്ടല്ലോ, ലൈലാക്ക് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. ലിനൻ ഫാബ്രിക്കിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പിലുള്ള ഒരു പിങ്ക് ഉണ്ടല്ലോ, ആ ഒരു പിങ്കാണ്. 190 per meter. അടുത്ത ഷെയ്ഡ് കുറച്ചുള്ളൂ കേട്ടോ. ഇതൊരു ഗ്രീനാണ്, ഒരു പിസ്ത ഗ്രീൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നൊരു ഷെയ്ഡാണ്. ഇതൊക്കെ കുറച്ചുള്ളൂ, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. സോ അപ്പോൾ ആ ഒരു പ്ലെയിൻ ഫാബ്രിക് ചോദിച്ച് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ വരുന്നു. അടുത്തത് ഇതൊരു ഗ്രേ ടോൺ, ഇങ്ങനെ വരുന്നു ഗ്രേ. ഇതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ടോപ്പും ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫാബ്രിക്. ഇതിലൊക്കെ ഒരു ബ്ലാക്ക് ബട്ടൺസ് ഒക്കെ കൊടുത്ത് ചെയ്താൽ നല്ല, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു ചിക്കു ഷെയ്ഡ്. ഇത് ഞാൻ ഇട്ടതിനോട് കുറച്ചുകൂടി ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. 190 per meter. അടുത്തത് വൈറ്റ് ഷെയ്ഡാണ്, നല്ലൊരു മിൽക്കി വൈറ്റ് ടോൺ. ഇതൊക്കെ നമുക്ക് ബോട്ടം ചെയ്യാനും ടോപ്പ് ചെയ്യാനും ഒക്കെ നല്ല ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. 190 per meter. ഇതാണ് ഞാൻ വെയർ ചെയ്ത ഫാബ്രിക്. ഇൻട്രോ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഫാബ്രിക് ഇതാണ്. ഇതാ ഇങ്ങനെ വരും. ഇത് ഷെയ്ഡ് വരുന്ന ഒരു എന്ത് ഷെയ്ഡാണ് പറയുന്നത്, ഇതിനൊരു റോസ് ഗോൾഡ് മിക്സ് ആയിട്ടുള്ളൊരു ബേജ്, അങ്ങനെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. 190 per meter. ഇതിൻ്റെ ബ്ലാക്ക് ഓൾസോ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു. ബ്ലാക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഇതാ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളർ. 190 per meter. നെക്സ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ജാംസാറ്റ്. നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പേസ്റ്റൽ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു ടോപ്പും ബോട്ടവും ഇങ്ങനത്തെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്. ഇത് ബോട്ടം ചെയ്യുന്ന ഫാബ്രിക്കാണ് ആക്ച്വലി, പക്ഷേ നമുക്ക് ടോപ്പും ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാം അങ്ങനെയാണല്ലോ, പ്ലെയിൻ ഫാബ്രിക്സിൽ ഇങ്ങനെ കോൺസെപ്റ്റ് സ്റ്റിച്ച് ചെയ്തിരുന്ന ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. ഇങ്ങനെ വരുന്നു. 185 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ലൊരു പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് വന്നേക്കുന്നത് കേട്ടോ. അതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് വരുന്നത് ചിക്കു ഷെയ്ഡാണ്. ഇത് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരുന്നൊരു ഷെയ്ഡാണ്. ഇത് ഫുള്ള് നമുക്ക് തീർന്നായിരുന്നു. എൻ്റെ വലിയ ബണ്ടിൽ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ബുക്ക് ചെയ്തോ. ഓൾറെഡി കുറേയൊക്കെ മുറിഞ്ഞു കേട്ടോ. ഇത് ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നമുക്ക് കോൺസെപ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളി ഫാബ്രിക്കാണ്. 185 per meter, 44 inch വിഡ്ത്ത്. നെക്സ്റ്റ് ഒരു ടൈപ്പ് സിൽക്ക് ഫാബ്രിക്കാണ്. അതിലേക്ക് പൊസിഷൻ പ്രിൻറ്റിംഗ് എന്ന് പറയും. അതായത് പ്രിൻറ്റഡ് ആയിട്ടാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെ ഓൾ ഓവർ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നൊരു സിൽക്ക് ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരും. എന്നിട്ട് അതിലേക്ക് ആ പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാന്താ സ്റ്റിച്ച് പോലെ ഇങ്ങനെ ആ പ്രിൻറ്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ത്രെഡിൻ്റെ വർക്കും സീക്വൻസിൻ്റെ വർക്കും വരുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു പാർട്ടി വെയർ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഈ ഒരു ഗ്രേപ്പ് വൈൻ, കറക്റ്റ് ഒരു ഗ്രേപ്പ് വൈൻ കളറാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. മൾട്ടി കളർ ആയിട്ടുള്ള പ്രിൻ്റാണ് ഓൾ ഓവർ ഫാബ്രിക്കിൽ പോയിക്കുന്നത്. പ്ലസ് ഇതുപോലത്തെ ഇങ്ങനത്തെ ആ ഒരു ഉണ്ടോ ഈ ആ ഒരു ഫ്ലവറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു ത്രെഡ് വർക്ക്, പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു സീക്വൻസിൻ്റെ വർക്ക്, അങ്ങനെ പോകുന്നൊരു സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നത്. 445 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ഇതിങ്ങനെ റണ്ണിങ് വൈസ് നമുക്കൊരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതാ ഇങ്ങനെ വരും. സെയിം ഷെയ്ഡിലുള്ള ആ ഒരു പേർപ്പിൾ ഷെയ്ഡിലുള്ളൊരു ബോട്ടം ഇട്ടാൽ മതി, നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. 445 per meter. അതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. അടുത്തത് ഇതാ ഒരു പിങ്ക് ആണ് കേട്ടോ. ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ പിങ്ക് ടോണാണ്. ഒരു ചെറിയൊരു പീച്ചിൻ്റെ ഒരു ടിൻറ്റും കൂടെ വരുന്നൊരു ഇതാ ഇങ്ങനെ വരുന്നതിൻ്റെ പ്രിൻറ്റ്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ് പോയിക്കുന്നത്. ഇതിലേക്ക് മൾട്ടി കളറിലാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. നല്ല പല ഷെയ്ഡ്സ് ഉണ്ട്. പാർട്ട് ഗ്രീൻ ഉണ്ട്, ഒരു ലെമൺ ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല ഷെയ്ഡ്സിൽ വരുന്ന പ്രിൻറ്റും അതുപോലെ തന്നെ ബേസ് കളർ എന്നൊരു പീച്ച് ഷെയ്ഡ്. അതിന് ഇങ്ങനെ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. സീക്വൻസിൻ്റെ വർക്കും പോകുന്നുണ്ട്. ചിനോൺ സിൽക്ക് പൊസിഷൻ പ്രിൻറ്റിംഗ് എന്നാണ് ഈ ഫാബ്രിക്കിന് അവർ തന്നപ്പോൾ പറഞ്ഞ പേര്. പക്ഷെ ചിനോൺ സിൽക്കിൻ്റെ പോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന ചിനോൺ സിൽക്ക് പോലെ ഇങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് അല്ല, സ്റ്റിഫും അല്ല. പക്ഷെ കുറച്ചുകൂടി ഒരു എന്താ പറയണേ സിൽക്കിൻ്റെ ഒരു ടൈപ്പ്, ഒരു സെമി ടസറിൻ്റെ ഒക്കെ ഒരു ഫീലിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 445 per meter.
അടുത്തത് റയോൺ ഫാബ്രിക്കിലേക്ക് വരുന്നു. സിമ്പിളായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് റയോൺ. നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ ആണ് കൂടുതൽ നിൽക്കുന്ന ഒരു ഇൻഡിഗോ ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെയാണ് പോകുന്നത്. ഒരു സിൽവറിഷ് ഗ്രേ ടോണാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഒരു നേവി ബ്ലൂ വിത്ത് ഒരു സിൽവറിഷ് ഗ്രേ ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. 190 ആണ് പെർ മീറ്റർ വരുന്നത്. 44 ഇഞ്ചസ് വിത്ത്. നമുക്ക് സിമ്പിളായിട്ട് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ഒരു സിൽവർ കളറാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതൊക്കെ ഒരു ബ്ലാക്ക് സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ ഇട്ടാൽ മതി. ഇങ്ങനെ വരുന്നു. ബ്ലാക്ക് വിത്ത് ഒരു സിൽവറിഷ് ഗ്രേ ടോൺ. 190 പെർ മീറ്റർ. അതിൻ്റെ അടുത്ത ഷെയ്ഡും അടുത്ത പ്രിൻറ്റും വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ഷെയ്ഡ് തന്നെ, ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെ വിത്ത് സിൽവർ ആ ഒരു ഗ്രേയും ടോണിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ അടുത്ത പ്രിൻറ്റ്. ഇങ്ങനെ വരുന്നു. ഈ ഒരു 3 പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീറ്റർ പ്രൈസ് വരുന്നത് 190. അടുത്ത നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. കോട്ടണിൽ വന്നേക്കുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട്. എന്നാൽ ഭയങ്കര തിക്കും അല്ല. നല്ല ഫാബ്രിക്കാണ് കേട്ടോ. നമുക്ക് ബോട്ടം ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലൈക്ര ഫാബ്രിക്സ് പോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ. ബോട്ടത്തിന് അടിപൊളി. നമുക്ക് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം. ടോപ്പ് പ്ലസ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ കോട്ട് സെറ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ശരിക്കും കണ്ടത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. ഇത് കണ്ടോ, അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കോട്ടൺ ആണ് കേട്ടോ. ലൈക്ര അല്ല, പക്ഷെ ലൈക്ര പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഫാബ്രിക് ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 190. സോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോകുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത്. നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ടുള്ള പുതിയ കളക്ഷൻസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീണ്ടും കാണാം. ബൈ.